ഹലോ, നമ്മളിന്ന് പറയാൻ പോകുന്നത് നിത്യവഴുതനയെക്കുറിച്ചിട്ടാണേ. ഇതാണ് എൻ്റെ വീട്ടിലുള്ള നിത്യവഴുതനയുടെ ചെടി. ഒരു മൂടി ചെടിയേ ഉള്ളൂ. കാണാത്തവർക്കായിട്ട് ഇതാണ് സംഭവം. ഇവനാണ് നിത്യവഴുതന. ഇതിൻ്റെ മൂന്ന് നാല് തരം ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇത് ചെറിയ ടൈപ്പ്. ഇതേ കണക്ക് ആ തണ്ടിന് നീളമുള്ളത് വലുതുണ്ട്. പിന്നൊരു നീല കളറ്, ഒരു വയലറ്റ് കളറിൽ വരുന്ന നിത്യവഴുതനയുണ്ട്. ഇതാണ് നിത്യവഴുതനയുടെ വിത്ത്. ഇതിട്ടിട്ടാണ് നമ്മൾ അതിൻ്റെ ചെടിയാക്കി എടുക്കുന്നത്. ഈ പാവലൊക്കെ തന്നെ നമ്മൾ കിളിപ്പിക്കുന്ന പോലെ തന്നെ പടന്ന് കയറുന്ന ഒരു ചെടിയാണ്. കായ് പിടിച്ച് തുടങ്ങിക്കഴിഞ്ഞ് ഇഷ്ടംപോലെ കായ്കൾ പിടിക്കും. 6 മാസത്തോളം നിർത്താതെ തന്നെ കായ്ഫലം നമുക്ക് കിട്ടും. നമുക്ക് മെഴുക്ക് പുരട്ടി വെക്കാനും തോരൻ വെക്കാനും തീയലിനാണെങ്കിലും ഒക്കെ ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വെജിറ്റബിളാണേ. നമ്മളിപ്പോൾ ഒരു 3-4 ദിവസം മുമ്പ് ഇത് അങ്ങോട്ട് വിളവെടുത്തതേ ഉള്ളൂ. ഇപ്പോൾ കുറവാണ്. എങ്കിലും നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുള്ളത് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. കണ്ടില്ല, അതിൻ്റെയൊക്കെ ഇടയിൽ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഒന്നുമില്ലെന്ന് തോന്നും. പക്ഷേ അതിൻ്റെ അകത്തോട്ട് ഉണ്ട്. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാലേ നമുക്കത് കാണാൻ പറ്റും. മൊത്തം ഇങ്ങനെ ഇലകൾ കൂടി നിൽക്കുകയാണേ. ഇതിന് വളമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ചാണകപ്പൊടി ഇട്ട് കൊടുത്ത് മണ്ണിട്ട് മൂടാറുണ്ട്. അതുപോലെ മീനിൻ്റെ വേസ്റ്റ് ഇട്ട് മണ്ണിട്ട് മൂടാറുണ്ട്. മീൻ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ പച്ചക്കറിയുടെ വേസ്റ്റുകൾ ഒരു തടം കണക്കാക്കി നമ്മളത് മണ്ണിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. മണ്ണിര കമ്പോസ്റ്റ് അത് നമ്മൾ കൊടുത്തിട്ടില്ല. ഏറ്റവും നല്ല വളമാണ് മണ്ണിര കമ്പോസ്റ്റ്. നമ്മൾ വളമൊന്നും ഇട്ടില്ലെങ്കിൽ പോലും ഇത് ഇഷ്ടംപോലെ നമുക്ക് കായ്ഫലം തരുന്ന ഒരു ചെടിയാണ്. ഒരു ചെടിയുണ്ടെങ്കിൽ നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നിത്യവഴുതന നമുക്കതിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ വലിയ രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ ചെടിയിൽ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ വലിയ രോഗങ്ങളൊന്നും വരുന്ന ഒരു ചെടിയല്ല ഇത്. കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ചാരവും കലക്കി അതൊഴിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ഒരു ചെടിക്ക് ഇഷ്ടംപോലെ കായ്കൾ പിടിക്കാൻ ഹെൽപ്പ് ചെയ്യും നമ്മളെ. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇത്രയുമാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ ഒരു 2-3 ദിവസം മുമ്പ് കുറേ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇന്നിപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി. നമുക്ക് ആവശ്യത്തിനുള്ളതുണ്ട്. ഇതും നമ്മുടെ വീട്ടിലെ തന്നെയാണ്. പാവലും കോവയ്ക്കയും ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ചതാണ്. ഇതുപോലെയൊക്കെ എല്ലാവരും അവരവരുടെ വീട്ടിൽ ചെയ്തു നോക്കുക. സ്ഥലമില്ല എന്ന് പറയുന്നവർക്ക് ഒരു ചെടിച്ചട്ടിയിലെങ്കിലും 2 വിത്തിട്ട് കിളിപ്പിച്ച് ഉപയോഗിക്കുക. താങ്ക് യു.